ഇനി നമുക്ക് തേർഡ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തേർഡ് മൊഡ്യൂൾ ഭയങ്കര ഈസിയാണ്, എന്തായാലും സ്കോർ ചെയ്യണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ, അതായത് അനലിറ്റിക്, അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഞാൻ എഴുതുകയാണേ. ഇഫ് ഇഫ് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് ബാർ അനലിറ്റിക് is f of z equal to z bar analytic, justify your answer. അപ്പോൾ നിങ്ങളോട് അനലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ, ഇപ്പം അനലിറ്റിക് ആണോ അല്ലെങ്കിൽ എൻഡയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യം തന്നെ ഇവിടെ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് ബാർ ഇല്ലേ, അത് എടുത്തെഴുതുക. എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് ബാർ. നമുക്കറിയാവുന്ന കാര്യം എന്താ, ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇസഡ് ബാർ എന്ന് പറയുന്നത് ഈ പ്ലസ് സൈൻ മൈനസ് ആവും, എക്സ് മൈനസ് ഐ വൈ. അപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈയും ഇസഡ് ബാർ എന്ന് പറയുന്നത് എക്സ് മൈനസ് ഐ വൈയും ആണ്. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ബാറിന് അപ്പം നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്ത് എഴുതാം, എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ. ഇതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് ഇതിനെ ആണ് നമ്മൾ റിയൽ പാർട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആ റിയൽ പാർട്ടിനെ യു എന്ന് വിളിച്ചു. യു ഈസ് ഈക്വൽ ടു എന്താണ്, എക്സ്. ഓക്കെ, യു എന്ന് പറയുന്നത് എക്സും ഈ ഐയുടെ കൂടെ കിടക്കുന്നില്ലേ, അതാരാ, മൈനസ് വൈ ആ. അപ്പോൾ വി എന്ന് പറയുന്ന, അതായത് ഇമാജിനറി പാർട്ടിനെ നമ്മൾ എന്ത് വിളിച്ചു, മൈനസ് വൈ എന്നും വിളിച്ചു. അതായിരിക്കണം നിങ്ങളുടെ സെക്കൻഡ് സ്റ്റെപ്പ്. അതായത് ഇപ്പോൾ എന്താണ്, യു പ്ലസ് ഐ വി, യുവിൻ്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്ന, എക്സ്, വിയുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്ന, ഇവിടെ മൈനസ് വൈ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ലക്ഷ്യം എന്താണ്, നമുക്ക് സി ആർ ഇക്വേഷൻ കേട്ട് കാണില്ലേ, സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടോ എന്നാണ് നോക്കേണ്ടത്. സി ആർ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, യു എക്സ് ഈക്വൽ ടു വി വൈ, അതുപോലെ തന്നെ യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. അതായത് യുവിനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴും വിനെ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴും ഈക്വൽ ആകണം. അതുപോലെ തന്നെ യുവിനെ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വിനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴും ഈക്വൽ ആണ്, പക്ഷെ ഒരു നെഗറ്റീവ് സൈൻ കൂടുതൽ ഉണ്ടാവണം. അത്രേ ഉള്ളൂ ഡിമാൻഡ്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് പറയാൻ പറ്റും. അപ്പം നമുക്ക് അതിന് വേണ്ടി, അപ്പോൾ ഇത് നിങ്ങൾ ചത്താലും മറന്നു പോകരുത്. ഓക്കെ, യു എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അതായത് യു ഈസ് ഈക്വൽ ടു എക്സ് അല്ലേ, ഇതിനെ എക്സ് വെച്ചുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, 1. ഓക്കെ, ഇനി യു വൈ എന്ന് പറയുന്നത് എന്താ, യുവിനെ വൈ വെച്ചുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അങ്ങനെ യുവിനെ വൈ വെച്ചുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും, 0. മനസ്സിലായോ, യു എക്സ് യു വൈ ഇതൊക്കെ പാർഷ്യൽ ഡിഫറൻസിയേഷനാണ്. അപ്പോൾ എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻറ്റും വൈ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സും കോൺസ്റ്റൻ്റാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, വി എക്സ് കണ്ടുപിടിക്കാം. വി എക്സ് എന്ന് പറയുന്നത് എന്താ, ഇവിടെ മൈനസ് വൈ ആ, എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിനെ ഇൻ്റഗ്രേറ്റ് അല്ല, ഡിഫറൻഷ്യേറ്റ് ആണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 0 വരും. വി വൈ എന്ന് പറയുന്നത് എന്താണ്, -1. അപ്പം നോക്കിക്കേ, യു എക്സും വി വൈയും ഈക്വൽ ആണോ, ഇത് 1ഉം ഇത് -1ഉം ഈക്വൽ അല്ല. യു വൈയും വി എക്സും ഓക്കെ, പക്ഷെ ഇവൻ എന്താണ്, ഫെയിലായി. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും, സി ആർ ഇക്വേഷൻ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി വയ്ക്കുക, സി ആർ ഇക്വേഷൻ നോട്ട് സാറ്റിസ്ഫൈഡ്, therefore not analytic. ഓക്കെ, എന്തായാലും പരീക്ഷയ്ക്ക് 3 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ക്ലിയർ അല്ലേ? ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ കൂടി കാണിച്ചു തരാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ,
find all the points where the CR equation are satisfied for the functions f of z equal to xy and where it is analytic. Give reasons for your answer. അപ്പോൾ എന്താണ് അനലിറ്റിക് എന്നൊരു ടേം നിങ്ങൾ കണ്ടോ, അല്ലെങ്കിൽ CR ഇക്വേഷൻ എന്നൊരു ടേം നിങ്ങൾ കണ്ടോ, ഉടനെ തന്നെ എന്ത് എഴുതാം, എഫ് ഓഫ് എക്സ് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് വൈ എന്ന് എഴുതാം. എന്നിട്ട് എന്തെഴുതണം, യു എഴുതണം, വി എഴുതണം. ഓക്കെ, ഇവിടെ യു എന്താണ് കിടക്കുന്നത്, ഇവിടെ നോക്കിക്കേ, ഇസഡ് ബാറിന് നമ്മൾ എക്സിലും വൈയിലും ആക്കി. ഓക്കെ, ഇനി ഇവിടെ എക്സ് വൈ എന്നല്ലേ കിടക്കുന്നത്, എക്സ് വൈ എന്ന് പറയുന്നത് അല്ലേ റിയൽ പാർട്ട്. അപ്പോൾ യു എന്ന് പറയുന്നത് എക്സ് വൈ, ഇവിടെ വി എന്താ, ഒന്നുമില്ല. അതായത് ഐയുടെ കൂടെ എന്താ കിടക്കുന്നത്, ഇപ്പോൾ ഒരു പ്ലസ് ഐ ഇൻറ്റു 0, ഐയുടെ കൂടെ എന്താ കിടക്കുന്നത്, 0 ഇല്ലേ. അപ്പം നിങ്ങളിത് തെറ്റിക്കരുത്, ഇത് ഒത്തിരി പേര് തെറ്റിച്ചായിരുന്നു. യുവും വി എടുത്തെഴുതുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇതാണ് യു, അതുപോലെ തന്നെ വി എന്ന് പറയുന്നത് 0 ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, യു എക്സ് കണ്ടുപിടിക്കുമ്പോൾ വൈ കോൺസ്റ്റൻ്റ് ആണ്, എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും, അതായത് യു എക്സ് ഈക്വൽ ടു വൈ. ഇനി യു വൈ എന്ന് പറയുന്നത് എന്താണ്, എക്സ് കോൺസ്റ്റൻ്റ് ആണ്, വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 വരും, അപ്പോൾ യു എക്സ് യു വൈ. ഇനി വി എക്സ് എന്താണ് 0, വി വൈ എന്താണ് 0. അപ്പം നോക്കിക്കേ, യു എക്സും വി വൈയും ഈക്വൽ ആണോ, അല്ല. യു വൈയും വി എക്സും ഈക്വൽ ആണോ, അല്ല. അപ്പോൾ പക്ഷേ നിങ്ങൾ നോക്കിക്കേ, ഈ വൈയും എക്സും 0 ആകുന്നിടത്ത് ഇത് ഈക്വൽ ആയില്ലേ. ഇതിപ്പോൾ വൈ 0 ആയിരുന്നു വിചാരിച്ചോ, ഇതും ഇത് ഈക്വൽ അല്ലേ, ഇത് 0 ആയെങ്കിൽ ഇതും ഇത് ഈക്വൽ അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും CR ഇക്വേഷൻ നോട്ട് സാറ്റിസ്ഫൈഡ്, CR equation not satisfied but it satisfies at the origin, but it's satisfied at the origin എന്ന് തന്നെ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 1/z. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇസഡിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1/x പ്ലസ് IY. ഒരിക്കലും ഐ താഴെ നിൽക്കരുത്, കണ്ണെപ്പോഴും എവിടെയാ, മേലെയല്ലേ, താഴെയല്ലല്ലോ. അപ്പോൾ ഈ ഐ ഒരിക്കലും താഴെ നിൽക്കരുത്. അപ്പോൾ ഐനെ കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇതിൻ്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എക്സ്, ഈ പ്ലസ് എന്താകും, മൈനസ് ആകും IY. താഴെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, മേലെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെന്താവും, എക്സ് മൈനസ് IY ഡിവൈഡ് ബൈ ഈ എ പ്ലസ് IB ഇൻറ്റു എ മൈനസ് IB എന്ന് പറയുന്നത് A² പ്ലസ് B² ആണെന്ന കാര്യം ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും, x² പ്ലസ് y². അപ്പോൾ എ പ്ലസ് IB ഇൻറ്റു എ മൈനസ് IB എന്ന് പറയുന്നത് A² പ്ലസ് B² ആണ്. ഇനി റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ, യു എന്ന് പറയുന്നത് എന്താണ്, x/x² പ്ലസ് y². വി എന്ന് പറയുന്നത് എന്താണ്, ഐയുടെ കൂടെ കിടക്കുന്നത്, അതായത് -y/x² പ്ലസ് y², -y/x² പ്ലസ് y². ഓക്കെ അല്ലേ, മനസ്സിലായോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, യു എക്സ് യു വൈ, അതുപോലെ തന്നെ വി എക്സ് വി വൈയും കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ എന്ത് യൂസ് ചെയ്യേണ്ടത്, ഡിനോമിനേറ്റർ റൂള് ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഇവിടെയും എക്സിലുള്ള ഫംഗ്ഷൻ ഉണ്ട്, ഇവിടെ എക്സിലുള്ള ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഡിനോമിനേറ്റർ റൂൾ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ ഇൻറ്റു, ഒരെണ്ണം കാണിച്ചു തരാവേ, ഡിനോമിനേറ്റർ ഇൻറ്റു d/dx ഓഫ് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 1 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു, അതായത് എക്സ് ഇൻറ്റു d/dx ഓഫ് x² പ്ലസ് y² എന്ന് പറയുന്നത് എന്താണ്, x² പ്ലസ് y² എന്ന് പറയുന്നത് y² കോൺസ്റ്റൻ്റ് ആണ്, 0 ആണ്. x² ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ 2x, അപ്പോൾ ഇൻറ്റു 2x ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഓക്കെ, ഇത്ര എഴുതി വെച്ചാൽ മതി, മനസ്സിലായോ. അതുപോലെ തന്നെ നിങ്ങൾ വി വൈയും കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ എന്തുവാണ്, ഈ പറയുന്ന പോലെ യു വൈയും കാൽക്കുലേറ്റ് ചെയ്യണം, വി എക്സും കാൽക്കുലേറ്റ് ചെയ്യണം, വി വൈയും കാൽക്കുലേറ്റ് ചെയ്യണം. എൻഡയർ എന്ന് ചോദിച്ചാലും ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇതെന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
അപ്പോൾ അനലിറ്റിക് എന്ന് പറയുന്ന ആ സെക്ഷൻ തന്നെ തീരും. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇത്രയും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന കണ്ടിന്യൂസ്. അതായത് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ചെക്ക് വെദർ the function f of z is equal to real part of z 1 by mod z not equal to 0, 0 z equal to 0 at z is equal to 0. Check whether the function at z equal to 0 is continuous എന്നായിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കാൻ നിങ്ങളോട് പറയുവാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യം നോക്കിയാൽ മതി. ലിമിറ്റ് z ടെൻസ് ടു 0 f ഓഫ് z എന്ന് പറയുന്നത് f ഓഫ് 0 ആണോ എന്ന് മാത്രം നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, എഫ് ഓഫ് 0 ഇസഡിന് 0 വരുമ്പോൾ ഇവിടെ എന്താണ് തന്നിട്ടുണ്ട്? 0 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതുക ഗിവൺ എഫ് ഓഫ് 0 ഈക്വൽ ടു 0. ഇനി ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 ഇവിടെ എഫ് ഓഫ് ഇസഡ് എന്താ? ഇതല്ലേ, അതായത് റിയൽ പാർട്ട് ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ 1 മൈനസ് മോഡ് ഇസഡ്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്തത്? ഇസഡിന് പകരം റീപ്ലേസ് ചെയ്യുക ചെയ്തത്. റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താ? ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്. അപ്പോൾ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് മോഡ് ഇസഡ്. എന്താ മോഡ് ഇസഡ്? ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ മോഡ് ഇസഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഐയുടെ കൂടെ കിടക്കുന്നവൻ്റെ സ്ക്വയർ, അതായത് വൈ സ്ക്വയർ. ഇതാണ് എന്ത്? മോഡ് ഇസഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ 1 മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ നോക്കിക്കേ, എക്സിലും വൈയിലും ഒക്കെയാണ് കിടക്കുന്നത്. ഇവിടെ ഫംഗ്ഷൻ ഇസഡിൽ കിടക്കുന്നത് കൊണ്ട് ഇസഡ് ടെൻസ് ടു 0. ഇവിടെ എക്സിലും വൈയിലും ആയതുകൊണ്ട് നമ്മൾ എക്സ് ടെൻസ് ടു 0 വൈ ടെൻസ് ടു 0 എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾ ജസ്റ്റ് എക്സിന് 0 ഇട്ട് കൊടുക്കുക, വൈക്ക് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 0 ബൈ 1 മൈനസ് 0 വരും. ഓക്കെ, 0 ബൈ 1 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരിക്കലും 0 ബൈ 0 എന്ന് വരത്തില്ല. ഓക്കെ, അങ്ങനെ വരുന്ന കേസിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇത് നിങ്ങൾ മറക്കൂലല്ലോ, ഇത് പഠിച്ചു വയ്ക്കുക തന്നെ ചെയ്യുക, ഇത് പരീക്ഷയ്ക്ക് വരും. ഓക്കെ, ചിലപ്പോൾ ഫംഗ്ഷൻ ഇവിടെ റിയൽ പാർട്ട് ഓഫ് ഇസഡിന് ഇവിടെ ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്നോ അല്ലെങ്കിൽ ഇസഡ് സ്ക്വയർ എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരിക. ഇപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ, ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് ഐ വൈ ഓൾ സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. ഇത് എക്സ്പാൻഡ് ചെയ്യണത് എങ്ങനെയാണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചുകൊണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2i, അതായത് 2ab, എ എന്ന് പറയുന്ന എക്സ്, ബി എന്ന് പറയുന്ന ഐ വൈ, അതായത് 2i xy ഇൻറ്റു ഐ വൈ ഓൾ സ്ക്വയർ. ഐ സ്ക്വയർ എന്താണ്? മൈനസ് 1 ആണ് ഇൻറ്റു വൈ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മുടെ റിയൽ പാർട്ട് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഇമാജിനറി പാർട്ട് എന്താണ്? 2xy. ഒത്തിരി പേര് ഐ കയറ്റി എഴുതും, ഐ എഴുതരുത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഈ 5 മൊഡ്യൂളിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട്. ആ 5 മൊഡ്യൂളും നിങ്ങൾ കണ്ടിട്ട് പോവുക, പഠിച്ചിട്ടും പോവുക. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യനാണ്, ടെസ്റ്റ് ദ കണ്ടിന്യൂയിറ്റി. അപ്പോൾ നിങ്ങൾ എന്താ പറയണ്ടേ? ഇവിടെ നോക്കിക്കേ, അത് വിട്ടുപോയി. ഇവിടെ 0 കിട്ടി. 0 എഫ് ഓഫ് 0നോട് ഈക്വൽ ആണ്, അതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. പിന്നെ നിങ്ങളൊരു സ്റ്റൈലിൽ എഴുതി വെച്ചോ, ഹിയർ എഫ് ഓഫ് 0 ഈസ് ഡിഫൈൻഡ് എന്നും കൂടി എഴുതി വെച്ചോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെസ്റ്റ് ദി കണ്ടിന്യൂറ്റി ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ദി പോയിന്റ് ഇസഡ് ഈക്വൽ ടു 0 വെയർ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു
ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ മോഡ് ഇസഡ്, ഇസഡ് നോട്ട് ഈക്വൽ ടു 0 വെൻ ഇസഡ് ഈക്വൽ ടു 0 കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആണോ നോക്കാനുള്ള കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0. ഓക്കെ, ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0, എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0 ആണോ നോക്കുക. എഫ് ഓഫ് 0 ഓൾറെഡി ഇസഡ് 0 ആകുമ്പോൾ ഇവിടെ എന്താണെന്നാ തന്നിരിക്കുന്നത്? 0 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് മാത്രം നോക്കുക. അതായത് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0, എഫ് ഓഫ് ഇസഡിൻ്റെ സ്ഥാനത്ത് ഇവൻ എഴുതുക. അതായത് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ മോഡ് ഇസഡ്. അതായത് ലിമിറ്റ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്, ഇസഡ് എന്ന് പറയുന്ന എക്സ് പ്ലസ് ഐ വൈ, ഇമാജിനറി പാർട്ട് എന്ന് പറയുന്ന ഐയുടെ കൂടെ കിടക്കുന്നവൻ, അതായത് വൈ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ. ഓക്കെ, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇടയ്ക്ക് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, വൈ ടെൻസ് ടു 0. ഇനി ഞാൻ നെക്സ്റ്റ് എന്താ പറഞ്ഞേ? 0 ഇട്ട് കൊടുക്കാൻ പറഞ്ഞില്ലേ? വൈക്ക് 0 ഇടുമ്പോൾ 0 ബൈ താഴെ ഇതിനും 0 ഇടുമ്പോൾ 0/0 എന്ന് കിട്ടി. അത് ഒരിക്കലും പാടുണ്ടോ? പാടില്ല. അങ്ങനെ 0/0 വരുന്ന കേസിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അങ്ങനെ തന്നെ കൊടുക്കുക. വൈക്ക് നിങ്ങൾ mx എന്ന് പുട്ട് ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ വൈക്ക് mx ഇട്ട് കൊടുക്കുക. നിങ്ങൾ കിട്ടിയില്ല എങ്കിൽ എക്സിന് mx ഇട്ട് കൊടുത്ത് y ടെൻസ് ടു 0 നിർത്തുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ വൈക്ക് mx ഇട്ട് കൊടുത്തു. അതായത് mx ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ അങ്ങനെ തന്നെ എടുത്തു, പ്ലസ് വൈ സ്ക്വയറിൻ്റെ അവിടെ m സ്ക്വയർ എക്സ് സ്ക്വയർ. ഇനി നമ്മുടെ ലക്ഷ്യം എക്സ് കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്യാനാണ് നോക്കണ്ടേ. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, വൈ ഈക്വൽ ടു mx, എക്സ് കോമൺ എടുത്തു ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഇതിൽ നിന്ന് നമുക്ക് എക്സ് സ്ക്വയർ കോമൺ എടുത്തൂടെ? എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ. റൂട്ടിൻ്റെ ഉള്ളിലുള്ള എക്സ് സ്ക്വയർ പുറത്ത് വരുമ്പോൾ എക്സ് ആകും. അതായത് എക്സ് എം ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എം സ്ക്വയർ. അപ്പോൾ എന്ത് വരും? ഈ എക്സും ക്യാൻസലായി പോകും. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, അതായത് ഇപ്പോൾ ഇങ്ങനെ കിട്ടത്തില്ലേ? അപ്പം നോക്കിക്കേ, ഇവിടെ നമ്മളിത് കൊടുത്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് എം ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എം സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അപ്പോൾ നിങ്ങളിവിടെ എഴുതുക, നമുക്ക് 0 എന്ന് കിട്ടുമോ? ഇല്ല. എക്സും വൈയും ഇവിടെ ഇല്ല. ആരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇതിരിക്കുന്നത്? എമ്മിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എമ്മിന് പല വാല്യൂസ് ആകുമ്പോൾ എന്ത് വാല്യൂ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഹിയർ ലിമിറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് എം. therefore ലിമിറ്റ് ഈസ് നോട്ട് യുണീക്ക്. കാരണം ഒരു ഫിക്സഡ് വാല്യൂ കിട്ടുന്നില്ലല്ലോ. ലിമിറ്റ് ഈസ് നോട്ട് യുണീക്ക്. ദെയർഫോർ എഫ് ഓഫ് ഇസഡ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് ഇസഡ് ഈക്വൽ ടു 0. ഇത്രയും ചരിത്രം നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെ സുഖമായിട്ട് മാർക്ക് വാങ്ങാവുന്ന സാധനങ്ങളാണ്, അത് നിങ്ങൾ കളയരുത്. ഇനിയിപ്പോൾ ഇവിടെ ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് സ്ക്വയർ ആണ് എങ്കിൽ എന്ത് ചെയ്യുക? ആദ്യം നിങ്ങൾ ഇസഡ് സ്ക്വയർ ഫൈൻഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഇമാജിനറി പാർട്ട് എടുക്കുക. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചില്ലായിരുന്നോ? ഇവിടെ ഇനി ഇതിൻ്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എന്താ? ഐയുടെ കൂടെ കിടക്കുന്ന 2xy. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് മാറി മറിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക. ഇസഡുകളാണെങ്കിൽ അതിനെ മാറ്റിയിട്ട് വേണം ഇതുപോലെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കണ്ടിന്യൂസിലുള്ളൂ. അപ്പം നമ്മൾ അനലിറ്റിക് കഴിഞ്ഞു, കണ്ടിന്യൂസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് വെച്ചുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ വരുന്നതാണ് ഡിഫറൻഷ്യബിലിറ്റി. ഇത് മനസ്സിലായെങ്കിൽ അത് സുഖമായിട്ട് മനസ്സിലാവും. സെയിം തന്നെയാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നോക്കിക്കേ, ഡിഫറൻഷ്യബിലിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൈ 0 ഇഫ് ഇസഡ് നോട്ട് ഈക്വൽ ടു 0, ഇഫ് ഇസഡ് ഈക്വൽ ടു 0 ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഇസഡ് ഈക്വൽ ടു 0. അപ്പോൾ നോക്കിക്കേ, ഡിഫറൻഷ്യബിൾ ആണോ എന്ന് നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതിനുള്ള കണ്ടീഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0, എഫ് ഓഫ് ഇസഡ്
മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് 0 ഈക്വൽ ടു 0 ആണോ എന്ന് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൈ. എഫ് ഓഫ് 0 എന്താ? ഇസഡ് 0 ആകുമ്പോൾ എഫ് ഓഫ് ഇസഡ് 0 അപ്പോൾ എന്ത് വരും? ലിമിറ്റ് എഫ് ഓഫ് ഇസഡിൻ്റെ സ്ഥാനത്ത് റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൈ മൈനസ് 0 ഡിവൈഡഡ് ബൈ ഇസഡിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് ഐ വൈ. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിലും വൈയിലും ആയതുകൊണ്ട് നമ്മൾ എക്സ് ടെൻസ് ടു 0 വൈ ടെൻസ് ടു 0 എന്ന് എഴുതുക. ഇനി ഞാനിപ്പോൾ ഇവിടെ 0 ഇട്ടു, ഇവിടെയും 0 ഇട്ടു, ഇവിടെയും 0 ഇട്ടു, ഇവിടെയും 0 ഇട്ടു, ഇവിടെയും 0 ഇട്ടു. 0/0 ഫോമിലല്ലേ? അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, വൈയുടെ അവിടെ എന്തിടുക? വൈ ഈസ് ഈക്വൽ ടു എം എക്സ്. അപ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് എം എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഐ, വൈയുടെ കൂടെ എം എക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? എക്സ് കോമൺ എടുക്കണം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 വൈ ഈക്വൽ ടു എം എക്സ്, റൂട്ട് ഓഫ് എക്സ് കോമൺ എടുക്കുമ്പോൾ 1 പ്ലസ് എം ഡിവൈഡഡ് ബൈ എക്സ് കോമൺ എടുക്കുമ്പോൾ 1 പ്ലസ് ഐ എം വരും. എക്സ് സ്ക്വയർ, റൂട്ട് എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സ്. അപ്പോൾ ഇവിടെ ഈ എക്സിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് തന്നെയാണ്? റൂട്ട് എക്സ്. ഇതിൻ്റെ അർത്ഥം എന്താ? റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു 1 പ്ലസ് എം എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എം. അപ്പോൾ ഇവിടെ എന്ത് വരും? റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എം ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു 1 പ്ലസ് ഐ എം. റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ആണ് എന്ത്? എക്സ്. അപ്പോൾ ഈ റൂട്ട് എക്സും ഇവിടുത്തെ എക്സും ക്യാൻസലായി റിമൈനിങ് ഇവിടെ എന്തുണ്ടാവും? ഒരു റൂട്ട് എക്സ് ഉണ്ടാവും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കൊടുത്താൽ മതി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കൊടുക്കുമ്പോൾ ഇവിടെ എന്താ വരുന്നത്? റൂട്ട് ഓഫ് 1 പ്ലസ് എം ഡിവൈഡഡ് ബൈ 1, റൂട്ട് എക്സിൻ്റെ അവിടെ 0. അപ്പോൾ ഡിനോമിനേറ്ററിൽ 0 വരുമ്പോൾ എന്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ നമുക്ക് പറയാം എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് എഴുതിയിട്ട് പറയാം ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്, അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ എന്ന് എഴുതുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുപോലെ കൊടുക്കുന്നത് എപ്പോഴാണ്? 0/0 ഫോമിൽ വരുന്ന കേസുകളിലാണ് അങ്ങനെ കൊടുക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യബിളിൽ ഉള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആകെ ഇത് പഠിക്കുക, ഈ കണ്ടീഷൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത്. ഇനി നമുക്ക് ഇതിലുള്ളത് ഇത് നോക്കാനായിട്ട് നമുക്ക് ഹാർമോണിക് കോൺജുഗേറ്റും ഉണ്ട്, പിന്നെ ഇമേജും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹാർമോണിക് കോൺജുഗേറ്റും അതുപോലെ തന്നെ അതിപ്പോൾ തന്നെ പറയാം. ഇത് നോക്കിക്കേ, ചിലപ്പോൾ ഇത് 2 പാർട്ടായിട്ട് വരുവേ. വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ഈ ഫുള്ള് ഇടുമ്പോൾ അത് പ്രശ്നമല്ലോ. അപ്പോൾ നോക്കിക്കേ, ഇത് നമ്മൾ പഠിക്കുന്നത് ഹാർമോണിക് ആൻഡ് ഹാർമോണിക് കോൺജുഗേറ്റ്. അപ്പോൾ ഇത് നോക്കിക്കോ, നിങ്ങൾക്ക് 7 മാർക്കിന് ഇത് ചോദ്യം ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നെ വന്ന് കണ്ടോ, ഇത് എന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ എന്തേ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. ഇപ്പോൾ സപ്പോസ് യു ഈസ് ഈക്വൽ ടു കോസ് എക്സ് കോസ് എച്ച് വൈ ഹാർമോണിക് ആണോ എങ്കിൽ ഹാർമോണിക് കോൺജുഗേറ്റ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻ. എന്തായാലും ഹാർമോണിക് ആയിരിക്കും. നിങ്ങൾക്ക് ഹാർമോണിക് ആയിട്ട് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും തെറ്റിപ്പോയെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഹാർമോണിക് ആണോ എന്ന് നോക്കാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് യു എക്സ് പ്ലസ് യു y ഈക്വൽ ടു 0. അപ്പോൾ ഇക്വേഷൻസ്, പിള്ളേരെ ഇക്വേഷൻസ് എഴുതിയിടുക. നമ്മൾ ചെയ്താലും തെറ്റിപ്പോയാലും ഇക്വേഷൻസിന് മാർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ യു എക്സ് ഫൈൻഡ് ചെയ്യണ്ടേ? യു എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇത് കോൺസ്റ്റൻ്റ് അല്ലേ, വൈ ടേം ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിർത്തി. കോസ് എക്സിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്? മൈനസ് സൈൻ എക്സ്, യു എക്സ് കിട്ടി. ഇനി യു എക്സ് എന്ന് പറയുന്നത് എന്താ? ഇതിനെ വീണ്ടും എക്സ് വെച്ചുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. വീണ്ടും എക്സ് വെച്ചുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇത് വീണ്ടും കോൺസ്റ്റൻ്റാണ്, മൈനസ് അങ്ങനെ തന്നെ കൊടുത്തു. സൈൻ എക്സിൻ്റെയോ? യെസ്, കോസ് എക്സ്. അപ്പോൾ യു എക്സ് കിട്ടി. അത് മതിയോ? ഇല്ല. യു വൈ വേണ്ടേ? യു വൈ എന്ന് പറയുമ്പോൾ കോസ് എക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോസ് എക്സ് അങ്ങനെ തന്നെ എഴുതി. കോസ് എച്ച് വൈ എന്ന് പറയുന്നത് എന്താണ്? കോസ് എച്ച് വൈ സൈൻ
എച്ച് വൈ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, കോസ് എച്ച് വൈ എന്ന് പറയുന്നത് സൈൻ എച്ച് വൈ, സൈൻ എച്ച് വൈ എന്ന് പറയുന്നത് കോസ് എച്ച് വൈ. അതിപ്പോൾ ഡിഫറൻഷ്യൽ ആണോ ഇൻ്റഗ്രൽ ആണോ എല്ലാം അത് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സൈൻ എച്ച് വൈ എന്ന് കിട്ടി. യു വൈ വൈ എന്ന് പറയുന്ന പിള്ളേർ ഇതൊരിക്കലും തെറ്റിച്ച് കളയരുത് കേട്ടോ. കോസ് എക്സ് സൈൻ എച്ച് വൈയുടെ എന്താണ് കോസ് എച്ച് വൈ. ഇത് നോക്കി, ഇതും ഇതും യു എക്സ് എക്സും യു വൈ വൈയും ചെയ്യുമ്പോൾ മൈനസ് കോസ് എക്സ് കോസ് എച്ച് വൈ, കോസ് എക്സ് കോസ് എച്ച് വൈ 0 ആയിട്ട് കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ അതാണ് ഹാർമോണിക്കിൽ ചെക്ക് ചെയ്യാനുള്ളൂ. ഇനിയിപ്പോൾ ഹാർമോണിക് കോൺജുഗേറ്റ് ആണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ യു ഈസ് ഈക്വൽ ടു കോസ് എക്സ് കോസ് എച്ച് വൈയുടെ ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്? വി ഫൈൻഡ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതിനു വേണ്ടി വി കിട്ടണമെങ്കിൽ വിയുടെ പാർട്സുകൾ കണ്ടുപിടിക്കണമല്ലോ. ഓക്കെ, അതായത് മെയിൻ കള്ളൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ താഴെയുള്ള കള്ളന്മാരിൽ നിന്നുമാലോ മെയിൻ കള്ളനിലേക്ക് എത്തണേ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ കള്ളൻ. അപ്പോൾ ഇവൻ്റെ താഴെയുള്ളവരല്ലേ വി എക്സ് വി വൈ, അതൊക്കെ ഇവന്മാരെ കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിൽ യു ഉണ്ട്, ഇവന്മാരിലേക്ക് എങ്ങനെ എത്താൻ പറ്റും? യുവിൽ നിന്ന് നമുക്കറിയാം യു എക്സ് എന്ന് പറയുന്നത് എന്താണ്? വി വൈയും യു വൈ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് വി എക്സും ആണെന്ന് നമുക്കറിയാം. ഇവിടെ യു എക്സും യു വൈയും ഫൈൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വി എക്സ് എന്താ പിള്ളേരെ? വി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ യു വൈയിൽ ഒരു നെഗറ്റീവ് സൈൻ കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ വി എക്സ് കിട്ടും. യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്, അല്ലെങ്കിൽ വി എക്സ് ഈക്വൽ ടു മൈനസ് യു വൈ. അപ്പോൾ എന്തായിരിക്കും? വി എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് സൈൻ എച്ച് വൈ. ഓക്കെ, ഇനി വി വൈ എന്താണ്? വി വൈ എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് കോസ് എച്ച് വൈ. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ കള്ളനിലേക്ക് എത്തണം. വി എക്സും വി വൈയും കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി അത് കിട്ടാൻ ഈ വി എക്സിൽ നിന്നും പിള്ളേരെ വി എക്സിൽ നിന്നും വി കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻ്റഗ്രേറ്റിംഗ് വി എക്സ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് എന്ന് എഴുതിയിട്ട് വേണം. ചെയ്യുന്നതൊക്കെ നീറ്റായിട്ട് ചെയ്യണം, വ്യക്തമായിട്ട് ചെയ്യണം, വെട്ടും കുരുത്തൊന്നും പാടില്ല. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് വി എക്സ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് വരുമ്പോൾ വി ഈസ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ്. അതിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? സൈൻ എക്സിൻ്റെ എന്താണ്? കോസ് എക്സിൻ്റെ സൈൻ എക്സ്. അപ്പോൾ മൈനസ് സൈൻ എക്സ്, സൈൻ എച്ച് വൈ കോൺസ്റ്റൻ്റ് അല്ലേ, അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. ഓക്കെ, പ്ലസ് ഒരു ഫൈ ഓഫ് എക്സ് എന്നും പറഞ്ഞ് ഇട്ട് കൊടുക്കാം. അല്ല, കോൺസ്റ്റൻ്റ് ഇപ്പോൾ എക്സ് വെച്ചുകൊണ്ടല്ലേ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആരായിരിക്കും? വൈ ടേം ആയിരിക്കില്ലേ? അപ്പോൾ ഫൈ ഓഫ് വൈ എന്ന് പറഞ്ഞ് ഇടുക. ഇനി അടുത്തത് എന്താണ്? ഇതിനെ വിത്ത് റെസ്പെക്റ്റ് ടു എന്ത് ചെയ്യാം? എക്സ് വെച്ചുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, സോറി, വൈ വെച്ചുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് സൈൻ എക്സ് അങ്ങനെ തന്നെ ഉണ്ടാവും, ഇൻറ്റു കോസ് എച്ച് വൈയുടെ എന്താണ്? സൈൻ എച്ച് വൈ പ്ലസ് ആരായിരിക്കും? ഫൈ ഓഫ് എക്സ്. ഇത് രണ്ടും നിങ്ങൾ ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കാം. ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. മനസ്സിലായോ? വേറെ ഒന്നും ചെയ്യാനില്ല. ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു ഈസ് ഈക്വൽ ടു 2 + 3x മൈനസ് വൈ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 4xy ആണെങ്കിൽ എന്ത് ചെയ്യണം? യു എക്സ് ഫൈൻഡ് ചെയ്യണം, യു വൈ ഫൈൻഡ് ചെയ്യണം, യു എക്സ് എക്സ് യു വൈ വൈ, എന്നിട്ട് ഹാർമോണിക് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണെങ്കിൽ അത് ചെക്ക് ചെയ്യുക. വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളിപ്പോൾ വി എക്സിനെ ഇവിടെ സെയിം ആയിട്ട് വന്നില്ലേ? അതുകൊണ്ട് അല്ല, ഇവിടെ സെയിം ആയിട്ട് വന്നില്ലേ? അപ്പം നമ്മൾ ജനറലി എന്ത് എഴുതാം? അങ്ങനെ ചെയ്ത് നിർത്താം, ഒന്നും ചെയ്യണ്ട. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങളൊരു പ്ലസ് സി എന്ന് ഇട്ടാൽ മതി കേട്ടോ പിള്ളേരെ. പ്ലസ് സി എന്ന് ഇട്ടാൽ മതി. അല്ല, ഫൈ ഓഫ് എക്സ് എന്ന് തന്നെ എടുത്തിട്ട് ഇത് എഴുതുക. ഇതും കമ്പൈൻ ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ചെയ്താൽ വി ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് സൈൻ എച്ച് വൈ പ്ലസ് സി എന്നും പറഞ്ഞ് എഴുതി ഒരു ബ്രാക്കറ്റ് ഇടുക. ഇവിടെ ഒന്നും ബ്രാക്കറ്റ് വേണ്ട, ഇതിലൊരു ബ്രാക്കറ്റ് ഇട്ടാൽ മതി. ഓക്കെ, ഇനിയിപ്പം
ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ വി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 3y മൈനസ് 2y² പ്ലസ് 2xy പ്ലസ് ഒരു 5 ഓഫ് y വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുണ്ട് 5 ഓഫ് എക്സ് പോട്ടെ. അതുപോലെ തന്നെ വിനെ എക്സ് വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 2y(x) മൈനസ് 2x² പ്ലസ് 5 ഓഫ് y. ഇതിൽ നിന്ന് വി ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇതിപ്പോൾ ഇതും ഈക്വൽ ആണോ? അല്ല. അപ്പം നമ്മൾ വി എഴുതുമ്പോൾ എല്ലാത്തിനും ഇവിടെ നിരത്തി പിടിച്ച് എഴുതുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് 2x² എടുക്കുക, ഇവിടെ മൈനസ് 2y² അതിനെ എടുക്കുക, പിന്നെ ഇവിടെ ഒരു 2yx ഉണ്ട് അതിനെ എടുക്കുക, ഇവിടെ ഒരു പ്ലസ് 2yx ഉണ്ട് അതിനെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇവ ഓൾറെഡി എടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ എടുക്കണം? പ്ലസ് 3y എടുക്കുക, ഇവിടെ ഒരു എക്സ് ഉണ്ട് പ്ലസ് എക്സ് കൊടുക്കുക പ്ലസ് സി എന്ന് പറഞ്ഞ് എഴുതണം. ഓക്കെ, മനസ്സിലായോ? ഇവിടെ വെച്ച് നിങ്ങൾ നിർത്തരുത്, രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഒരെണ്ണത്തിനെ ഉണ്ടാക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് ഹാർമോണിക്കും ഹാർമോണിക് കോൺജുഗേറ്റിലും വരുന്ന പ്രോബ്ലംസ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, പിന്നെ ഇനി നമുക്ക് ഇമേജിൻ്റെ കൂടെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളൂ. എനിക്ക് തോന്നുന്നു ഇമേജ് ഇതിൽ കേട്ടാൻ പറ്റുമോ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് കാണാം. പിള്ളേരെ, ഇനി നമ്മൾ നോക്കുന്ന ഇമേജായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. ഇത് 3 മാർക്കിനും ചോദിക്കും, 7 മാർക്കിനും എന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കേ, find the image of the line x equal to 2 under the map w is equal to z². നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? w is equal to z² എഴുതി വെക്കുക. എന്നിട്ട് ഡബ്ല്യുവിന് യു പ്ലസ് ഐ വി എന്ന് കൊടുക്കാം. ഡബ്ല്യു എഴുതുന്നത് എങ്ങനെ? ഡബ്ല്യു ഇതൊരു യു ഷേപ്പിലല്ലേ ഇരിക്കുന്നത്, അപ്പോൾ യു പ്ലസ് ഐ വി എന്ന് കൊടുക്കുക. ഇസഡിന് എന്ത് കൊടുക്കണം? എക്സ് പ്ലസ് ഐ വൈ (² എക്സ്പാൻഡ് ചെയ്യാൻ അറിയാലോ. അതിൽ നിന്ന് യു എന്ന് പറയുന്നതല്ലേ ഇത്, വി എന്ന് പറയുന്നത് ഐയുടെ കൂടെ കിടക്കുന്നതാണ് 2xy. ഇതും എഴുതാം. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് 2 മാർക്ക് ഷുവറായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾ നോക്കിക്കേ, എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ യുവിലേക്കും വിയിലേക്കും എക്സിൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുത്താൽ മതി? 2 ഇട്ട് കൊടുത്താൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഇത് 3 മാർക്കിന് വരാവുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണ്. Find the image of the triangular region bounded by x equal to 1, y equal to 1 and x plus y equal to 1 under the transformation w is equal to z². ആദ്യം എന്താ എഴുതണം? w is equal to z² എഴുതി, wൻ്റെ സ്ഥാനത്ത് u പ്ലസ് ഐ വി എന്ന് എഴുതി, zൻ്റെ സ്ഥാനത്ത് x പ്ലസ് ഐ വൈ (² ഇട്ട് കൊടുത്തു, എക്സ്പാൻഡ് ചെയ്തു, u എഴുതി, v എഴുതി. ഓക്കെ, 2 മാർക്ക് കിട്ടും. ഇനി ഇവിടെ എന്ത് കൊടുക്കുക? എക്സ് ഈസ് ഈക്വൽ ടു 1 യുവിനും കൊടുക്കുക, വിക്കും കൊടുക്കുക. അതുപോലെ തന്നെ എന്ത്? വൈ ഈസ് ഈക്വൽ ടു 1 യുവിനും കൊടുക്കണം, വിക്കും കൊടുക്കണം. പറയാം, അതായത് ദ ലൈൻ എക്സ് ഈസ് ഈക്വൽ ടു 1 ഒരു അണ്ടർലൈൻ കൊടുക്കുക. എന്നിട്ട് യു എഴുതി, അതായത് എക്സിന് 1 കൊടുത്തോണ്ട് യു എഴുതി, അതായത് 1 മൈനസ് y². വി എഴുതി 2y. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നോ? വി ഈസ് ഈക്വൽ ടു 2y എന്നാലോ. ഇതിൽ നിന്നും y എന്താണെന്ന് കിട്ടുമല്ലോ, v/2. ഓക്കെ, അതിവിടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്താൽ മതി. അതായത് യു ഈസ് ഈക്വൽ ടു 1 മൈനസ് v²/4. മനസ്സിലായോ? അതിന് നമുക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം. v²/4 is equal to 1 minus u, v² is equal to 4 into 1 minus u പരാബോള. ഇത്രയും വരെ നിങ്ങൾ ചെയ്തിടുക. ഓക്കെ, ഇതിപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് അറിയാലോ, പരാബോള എന്ന് എഴുതിയിടുക. ഓക്കെ, മനസ്സിലായോ? ഇനി നെക്സ്റ്റ് എന്താണ്? ദ ലൈൻ y is equal to 1 നമ്മൾ യുവിലിട്ട് കൊടുക്കുക. യുവിലിട്ട് കൊടുക്കുമ്പോൾ x² മൈനസ് 1 വരും, വിയിലിട്ട് കൊടുക്കുമ്പോൾ 2x വരും. ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടത്?
വിയിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക? എക്സിനെ കണ്ടുപിടിക്കുക. അപ്പോൾ v/2 എന്ന് കിട്ടും. അതെവിടെ കൊണ്ടുവന്ന് ഇടുക പിള്ളേരെ? ഇവിടെ കൊണ്ടുവന്ന് ഇടുക. ഓക്കെ, എന്നിട്ട് v²/4 ഈസ് ഈക്വൽ ടു 1 പ്ലസ് u v² ഈസ് ഈക്വൽ ടു എന്ന് പറ്റുമെങ്കിൽ എഴുതുക. ഓക്കെ, എന്നിട്ട് ഇവിടെ പരാബോള എന്ന് എഴുതി വയ്ക്കുക. അറ്റ്ലീസ്റ്റ് ഇവിടം വരെയെങ്കിലും ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാൻ പറ്റും, മൊത്തത്തിലും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ദ ലൈൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്താ u ഈസ് ഈക്വൽ ടു x² മൈനസ് y². എക്സ് പ്ലസ് വൈയുടെ സ്ഥാനത്ത് 1 ഇടാനാണ് പറഞ്ഞത്. ഇതെന്ത് ഫോർമുല? a² മൈനസ് b² അല്ലേ? അതായത് a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി അല്ലേ? ഓക്കെ, അപ്പോൾ x² മൈനസ് y² എങ്ങനെ എഴുതാം? എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈയുടെ അവിടെ 1 ഇട്ട് കൊടുക്കാം, എക്സ് മൈനസ് വൈ കിട്ടി. v എന്ന് പറയുന്നത് എന്താണ്? 2xy. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇപ്പോൾ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല, ഇവിടെ കൊടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നോക്കിക്കേ, വിയിൽ നിന്ന് വിയിൽ ഈ പറയുന്ന എക്സും ഉണ്ട് വൈയും ഉണ്ട്. ഇവിടെ നോക്കിക്കേ, വിയിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അയാളെ കണ്ടുപിടിച്ച് ഇങ്ങടേക്ക് ഇട്ടാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇയാൾ തന്നെയായിരുന്നു ഇവിടെ. പക്ഷെ ഇവിടെ നോക്കിക്കേ, v ഈസ് ഈക്വൽ ടു എക്സിലും വൈയിലുമാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ നിർത്താൻ നോക്കുക. ഇതിപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു റിലേഷൻ ബ്രിങ് ചെയ്യുക. അതായത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് 4xy. എന്നിട്ട് 4 ഇൻറ്റു എക്സ് വൈ 2 ഇൻറ്റു 2xy അല്ലേ? ആ 2xyയുടെ സ്ഥാനത്ത് v ഇട്ടു. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എന്തിട്ടു? നമ്മുടെ u² ഇട്ടു. നിങ്ങളത് നോക്കണ്ട, ഇത് വേണ്ട, ഇവിടം വരെ ചെയ്താൽ മതി. ഓക്കെ, പ്രശ്നമില്ലല്ലോ. അപ്പം അത് ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ചില വമ്പന്മാർ. അതിനു മുന്നും ഈ ഒരു ക്വസ്റ്റിനും കൂടി നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദ റീജിയൻ ബിറ്റ്വീൻ റിയൽ ആക്സിസ് ആൻഡ് എ ലൈൻ പാരലൽ ടു റിയൽ ആക്സിസ് അറ്റ് y ഈസ് ഈക്വൽ ടു π/2 അണ്ടർ ദ മാപ്പിംഗ് w ഈസ് ഈക്വൽ ടു e⁻z. ഉടനെ തന്നെ w ഈസ് ഈക്വൽ ടു e⁻z എന്ന് എഴുതുക. ഇമേജിലാണ് ഇങ്ങനത്തെ സ്റ്റെപ്സ് പോകുന്നത്. ഡബ്ല്യുവിൻ്റെ സ്ഥാനത്ത് u+iv, e⁻z സ്ഥാനത്ത് e⁻x+iy. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? e⁻x ഇൻറ്റു e⁻iy. ഓക്കെ, അപ്പോൾ e⁻x ഇൻറ്റു നമുക്കിപ്പോൾ ഒരു യുവും വിയും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? ഇല്ല. e⁻iy-നെ, അതായത് e⁻i⁻θ എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് i സൈൻ തീറ്റയാണ്. അപ്പോൾ e⁻iy എന്ന് പറയുന്നത് എന്താ? കോസ് വൈ പ്ലസ് i സൈൻ വൈ. അപ്പോൾ ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യാലോ. അപ്പോൾ e⁻x ഇൻറ്റു കോസ് വൈ ആയിരിക്കും u. v എന്ന് പറയുന്നത് e⁻x ഇൻറ്റു സൈൻ വൈ. അപ്പോൾ ഇത് പഠിച്ചിട്ട് പോവുക. എന്നിട്ട് ഈ y π/2ൻ്റെ സ്ഥാനത്തേക്ക് ഇട്ട് കൊടുക്കുക. അറ്റ് y ഈസ് ഈക്വൽ ടു π/2. u എന്താണ്, v എന്താണ് എഴുതി വെക്കുക. അത്രയും ചെയ്യാൻ നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ w ഈസ് ഈക്വൽ ടു e⁻z, അതുപോലെ തന്നെ w ഈസ് ഈക്വൽ ടു എന്താ പിള്ളേർ? z². പിന്നെ 1/z വരും, അത് പറയാം. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ പിള്ളേരെ. ഷോ ദാറ്റ് അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ w ഈസ് ഈക്വൽ ടു 1/z ദ സർക്കിൾ x² പ്ലസ് y² മൈനസ് 6x ഈക്വൽ ടു 0 ഇസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു സ്ട്രിങ്ങോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നോക്കിക്കേ, ഇമേജ് ആണ് ട്രാൻസ്ഫോർമേഷൻ. ചിലപ്പോൾ ഇമേജ് എന്ന് കണ്ടില്ലെങ്കിലും ട്രാൻസ്ഫോർമേഷൻ വേർഡ് കാണുമ്പോൾ ഇമേജിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് ഓർക്കുക. w ഈസ് ഈക്വൽ ടു 1/z ആണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കോ, ഈ ക്വസ്റ്റ്യൻ ഇവിടെ എടുക്കട്ടെ. w ഈസ് ഈക്വൽ ടു 1/z, w-ൻ്റെ സ്ഥാനത്ത് u+iv ഇട്ടു. 1/z സ്ഥാനത്ത് 1/x+iy. i എപ്പോഴും താഴെ നിൽക്കില്ല. അപ്പോൾ നമ്മൾ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, എക്സ് മൈനസ് iy അങ്ങനെ തന്നെ ഇട്ടു. a+ib ഇൻറ്റു a-ib എന്ന് പറയുന്നത് a² പ്ലസ് b². ഇവിടെ x² പ്ലസ് y². u എന്താണെന്ന് എഴുതി, v എന്താണെന്ന് എഴുതി.
ഓക്കെ അല്ലേ? അതാണ് ഇവിടെ ചെയ്തോളൂ. അപ്പോൾ നോക്കിക്കേ, എക്സും കിട്ടി വൈയും കിട്ടി. ഈ എക്സും വൈയും നിങ്ങൾ ഈ പറയുന്ന ഇക്വേഷനിൽ കൊണ്ടുവന്ന് ഇട്ടാൽ മാത്രം മതി. ഇങ്ങനെ ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിട്ടാണ് തന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന യുവും ഈ പറയുന്ന ഈ പറയുന്ന എക്സും വൈയും ഇവിടെ കൊണ്ടുവന്നിട്ട് മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുക. സിംപ്ലിഫൈ ചെയ്യുന്നതിന് പ്രശ്നമുണ്ടോ? ഇവിടെ നോക്കിക്കുക, എല്ലാ ഡിനോമിനേറ്റേഴ്സും സെയിം ആയിട്ടാണ് തന്നെ. അപ്പോൾ u മൈനസ് വി മൈനസ് 6 ഈക്വൽ ടു 0 എന്നൊക്കെ എഴുതാലോ. ഓക്കെ, ഇവിടെയൊക്കെ y ഈസ് ഈക്വൽ ടു π/2 ഇക്വേഷന് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, എന്താ എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 1 എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. അപ്പം നമ്മൾ എടുക്കുക. ഓക്കെ, ഇങ്ങനെ ഒറ്റ ഇക്വേഷനിൽ നിൽക്കുവാണെങ്കിൽ എക്സ് എന്താണ് വൈ എന്താണ് അവിടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നോക്കിക്കേ പിള്ളേരെ, ഫൈൻഡ് ദ ഇമേജ് ഓഫ് മോഡ് z മൈനസ് 2y ഈക്വൽ ടു 2 അണ്ടർ w ഈസ് ഈക്വൽ ടു 1/z. കാണുമ്പോൾ ഉടനെ തന്നെ ഇതൊക്കെ കണ്ട് നമ്മൾ പേടിക്കൊന്നും വേണ്ട. ഇമേജ് w ഈസ് ഈക്വൽ ടു 1/z എന്ത് ചെയ്യുക? ഈ പറയുന്ന പിള്ളേരെ, ഇത് u ആണേ, അല്ല പിള്ളേരെ ഇത് നോക്കിക്കേ, ഇങ്ങനെ ഒരു ഇക്വേഷൻ തരുമ്പോൾ നമുക്ക് എക്സും വൈയും അല്ലേ വേണ്ടേ? നമുക്ക് ഇവിടെ നിന്ന് യുവും വിയും കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സും വൈയും ഇത് ഇത്രയും നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഇക്വേഷനിലേക്ക് എക്സിനെയും വൈനെയും അല്ലേ വേണ്ടേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ, ഇവിടെ യുവിന് പകരം എക്സ് ആക്കുക, എക്സിന് പകരം എന്താക്കുക? യു ആക്കുക. ഇവിടെ വിക്ക് പകരം വൈ ആക്കുക, വൈക്ക് പകരം വി ആക്കുക, എക്സിന് പകരം യു ആക്കുക. അതുപോലെ തന്നെ ഇവിടെ, അതാണ് ഇവിടെ. മനസ്സിലായോ? ഇത്രയും നിങ്ങൾ ഏതിന് വന്നാലും സെയിമാ. ഇവിടെ ഈ ഒരു ഇക്വേഷൻ രീതിയിൽ വരുമ്പോൾ എന്താണ്, നമുക്കിവിടെ ഈ പറയുന്ന പോലെ y ഈസ് ഈക്വൽ ടു π/2 y ഈസ് ഈക്വൽ ടു π/2 ഒക്കെ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണ് ഇത് വരുന്നത്. ഇനി ഇത് നോക്കിക്കേ, ഇവിടെ w ഈസ് ഈക്വൽ ടു 1/z നിങ്ങൾ കണ്ടാൽ തന്നെ ഉടനെ എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ ഫൈൻഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് വേണം നീങ്ങാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യം ഫൈൻഡ് ചെയ്ത് വെച്ചു. ഇനി നോക്കിക്കേ, മോഡ് z മൈനസ് 2i ഈക്വൽ ടു 2 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലൊരു ഇക്വേഷൻ ആക്കാനാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താണ് അതാക്കാൻ വേണ്ടി മോഡുലസ് ഓഫ് ഇസൻ്റെ സ്ഥാനത്ത് എന്തിടുക? എക്സ് പ്ലസ് ഐ വൈ മൈനസ് 2i. അതായത് എന്താ? മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ ഒന്നിച്ചിരുത്തി, അതായത് വൈ മൈനസ് 2 എന്ന് എഴുതാലോ. ഇതിൻ്റെ മോഡുലസ് എന്താ? മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് എന്ന് പറയുന്നത് എന്താ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഐയുടെ കൂടെയുള്ള ഇവൻ്റെ സ്ക്വയർ, അതായത് വൈ മൈനസ് 2 ഓൾ സ്ക്വയർ ഈക്വൽ ടു 2 ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ എഴുതുക, രണ്ട് സ്ഥലത്തും ഈ റൂട്ട് കളയാൻ വേണ്ടി രണ്ട് സ്ഥലത്തും സ്ക്വയർ ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഓൾ സ്ക്വയർ വരും, ഈക്വൽ ടു എന്ത് വരും? 2 സ്ക്വയർ, ദാറ്റ് മീൻസ് 4. അപ്പോൾ ഇതുപോലൊരു ഇക്വേഷൻ വന്നില്ലേ? ഇനി എക്സിൻ്റെയും വൈൻ്റെയും സ്ഥാനത്തേക്ക് എന്തിട്ട് കൊടുക്കാം? ഇവിടെ കണ്ടുപിടിച്ചില്ലേ? അത് ഇട്ടുകൊടുത്ത് മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന സിംപ്ലിഫൈ ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? അതുപോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദ സർക്കിൾ മോഡ് z മൈനസ് 1 ഈക്വൽ ടു 1 അണ്ടർ ദ മാപ്പിംഗ്. അപ്പോൾ ഇത്ര എഴുതി വെക്കുക. ഇതിനെന്ത് ചെയ്യുക? ഇസൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് ഐ വൈ മൈനസ് 1 ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എന്താ? എക്സ് മൈനസ് 1 ഒന്നിച്ചിരുത്തി, ഐ ടേംസിനെ ഒന്നിച്ച് നിർത്തുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് 1നെ ഒന്നിച്ച് നിർത്തി, ഐ ടേംസിനെ ഒന്നിച്ച് നിർത്തി. ഇതെന്ന് പറയുന്നത് എന്താ? റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഓൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. സ്ക്വയർ പോകാൻ വേണ്ടി സ്ക്വയർ ചെയ്യുക. അപ്പോൾ എന്തൊരു? എക്സ് മൈനസ് 1 ഓൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. എന്നിട്ട് എക്സിന് ഇട്ട് കൊടുക്കുക, വൈക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയെങ്കിലും നിങ്ങൾ ചെയ്യണം, ചെയ്തേ പറ്റൂ. ഓക്കെ അല്ലേ? ഇവിടെ നോക്കിക്കേ, ഫൈൻഡ് ദ ഇമേജ് ഓഫ് വൈ മൈനസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 അണ്ടർ ദ മാപ്പിംഗ് w ഈസ് ഈക്വൽ ടു 1/z. ഓക്കെ, സെയിം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ പിള്ളേരെ?
ഇനി നോക്കിക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദ റീജിയൻ മോഡ് ഇസഡ് മൈനസ് 1/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/3 അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ W ഈസ് ഈക്വൽ ടു 1/z. ഇനിയിപ്പോൾ ഇവിടെ ഇസഡ് സ്ക്വയർ ആണെങ്കിലും നിങ്ങൾ എന്ത് തന്നെ ചെയ്യുക, ഈ പറയുന്ന പോലെ W ഈസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ, ഡബ്ല്യുവിൻ്റെ സ്ഥാനത്ത് U പ്ലസ് IV, ഇസഡ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് X പ്ലസ് IY ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുക, യുവും വിയും ഫൈൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ചോദിക്കുള്ളൂ. 1/z e⁻z പിന്നെ എന്തുവാ ഇസഡ് സ്ക്വയർ. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതുക, ഇത് ആസ് യൂഷ്വൽ എഴുതി പോവുക. ഇതിൻ്റെ സ്ഥാനത്ത് ഇസഡിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക നോക്കിക്കേ, X പ്ലസ് IY മൈനസ് 1/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/3. ഈ മൈനസ് 1/3യുടെ അടുത്തേക്ക് 1/3 കൊണ്ടുവന്നൂടെ. അപ്പോൾ X പ്ലസ് IY മൈനസ് 2/3 അതിൻ്റെ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് എന്താണ് പിള്ളേർ ഇങ്ങനെ നോക്കിയാൽ മതി. മോഡ് ഇസഡ് മൈനസ് 1/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/3 അല്ലേ. അപ്പോൾ ഇതെടുക്കുക, ഇസഡിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, X പ്ലസ് IY മൈനസ് 1/3. അപ്പോൾ X മൈനസ് 1/3 ഒന്നിച്ച് എഴുതുക. ഓക്കെ, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, കാരണം ഇത് മോഡുലസ് അല്ലേ, മതില ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല, അവിടെ തന്നെ നിർത്തുക. അപ്പോൾ X പ്ലസ് IY മൈനസ് 1/3 അതായത് X മൈനസ് 1/3 പ്ലസ് IY. ഇനി അതിൻ്റെ മോഡുലസ് എടുക്കുക. മോഡുലസ് എടുത്തിട്ട് നിങ്ങളപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ, അതായത് മോഡ് ഇസഡ് മൈനസ് 1/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/3. ഇസഡിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, X പ്ലസ് IY മൈനസ് 1/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/3 അങ്ങനെ തന്നെ കൊടുക്കുക. ഇതെന്ന് പറയുന്നത് X മൈനസ് 1/3 പ്ലസ് IY. ദാറ്റ് മീൻസ് root of X minus 1/3 all square plus Y all square less than or equal to 1/3. രണ്ട് സ്ഥലത്തും സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ റൂട്ട് പോവും. ഇവിടെ 1/3 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 1/9 വരും. എന്നിട്ട് ഈ X മൈനസ് അങ്ങനെ തന്നെ നിങ്ങൾ ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഈ പറയുന്ന X മൈനസ് 1/3 ഹോൾ സ്ക്വയർ നിങ്ങൾ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ പറയുന്ന ഇവിടെ കോൺസ്റ്റൻറ്റും ഇവിടുത്തെ ഈ കോൺസ്റ്റൻറ്റും ഇങ്ങോട്ട് കൊണ്ടുവന്ന് സോൾവ് ചെയ്യണതിനൊന്നും പ്രശ്നമില്ല. ഓക്കെ, ഇത് നോക്കിക്കേ. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി ജസ്റ്റ് ഞാൻ പറയുകയാണേ, ഈ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കിക്കേ. ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദ ലൈൻ Y ഈസ് ഈക്വൽ ടു 2 അണ്ടർ ദ മാപ്പിംഗ് W ഈസ് ഈക്വൽ ടു Z സ്ക്വയർ. അപ്പോൾ W ഈസ് ഈക്വൽ ടു Z സ്ക്വയറിൻ്റെ ഈ പറയുന്ന പോലെ അതായത് ഈ പറയുന്ന പോലെ യുവും വിയും കണ്ടുപിടിക്കുക. എന്നിട്ട് Y ഈസ് ഈക്വൽ ടു 2 യുവിലും വിയിലും ഇട്ട് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ W ഈസ് ഈക്വൽ ടു e⁻z X ഈക്വൽ ടു C എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ വന്നായിരുന്നല്ലോ പിള്ളേരെ. അതായത് ഇപ്പോൾ നമ്മളോട് പറയുകയാണ് ഡിസ്കസ് ദ ട്രാൻസ്ഫോർമേഷൻ W ഈസ് ഈക്വൽ ടു 1/z എന്നോ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളൊന്നും പേടിക്കേണ്ട. ഇത്രയും നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി വയ്ക്കുക. ഏത് ക്വസ്റ്റ്യൻ്റെ ആണെങ്കിലും ഇപ്പോൾ e⁻z ആണെങ്കിലും ഈ പറയുന്ന സ്റ്റെപ്സ് അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ട് നിങ്ങൾ എഴുതുക വെൻ X ഈസ് ഈക്വൽ ടു 0 എന്നും പറഞ്ഞിട്ട് U കണ്ടുപിടിക്കുക, V കണ്ടുപിടിക്കുക. അതായത് എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 0 ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കണ്ടീഷൻ ചെയ്താൽ വെൻ X ഈസ് ഈക്വൽ ടു വെൻ Y ഈസ് ഈക്വൽ ടു 0 കണ്ടുപിടിക്കുക. നമ്മൾ തീരുമാനിക്കും എന്ത് കൊടുക്കണമെന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുക, വെൻ X ഈസ് ഈക്വൽ ടു C. ഓക്കെ, വെൻ Y ഈസ് ഈക്വൽ ടു C എന്നും പറഞ്ഞ് എക്സിൻ്റെ സ്ഥാനത്ത് C ഇട്ട് കൊടുക്കുക. ഇവിടെയാണെങ്കിൽ വൈയുടെ സ്ഥാനത്ത് C ഇട്ട് കൊടുക്കുക, യുവിലും ബിയിലും. അത്രയും ചെയ്താൽ മതി. ഓക്കെ, അതിപ്പോൾ ഡിസ്കസ് ദ ട്രാൻസ്ഫോർമേഷൻ W ഈസ് ഈക്വൽ ടു 1/z എന്നോ അല്ലെങ്കിൽ e⁻z എന്നോ ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ചെയ്ത് നോക്കിയിട്ട് പോകാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ എക്സാമൊക്കെ എളുപ്പമാവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഹെൽപ്ഫുൾ ആവണ്ടോ എന്ന് നിങ്ങൾ എന്തായാലും പറയണം. ഓക്കെ, പറയാണ്ട് പോകരുത് കേട്ടോ. താങ്ക് യു.